ഹൈ സ്റ്റുഡൻസ്, നമുക്കിന്ന് നമ്മുടെ 5th ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ 2019 ഇംപ്രൂവ്മെന്റിനും 2019 മാർച്ചിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് 2019 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ബോർഡും കൂടി ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ തുടങ്ങാം. ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആ സെക്കൻഡ് പാർട്ടിൽ തന്നെ നമുക്ക് 3 സബ് ഡിവിഷൻസ് കൂടിയുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്കൊരു ഗ്രാഫ് ബോർഡിൽ തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് ഷോൺ ബിലോ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഇതിന്റെ ഒന്നാമത്തെ പാർട്ടിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫംഗ്ഷൻ ഈ ഗ്രാഫിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഗ്രാഫ് എക്സ് ലെസ് ദാൻ 0യ്ക്കും എക്സ് ഗ്രേറ്റർ ദാൻ 0യ്ക്കും രണ്ടായിട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. നോക്കിക്കേ, ഇവിടെ ഈ പോർഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരബോള അല്ലെങ്കിൽ പരബോള എന്ന് നോക്കണ്ട. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് നോക്കിക്കേ, -1 1. ഇപ്പൊ ഈ ഗ്രാഫിലെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. -1 1, -1 ഉം 1 തമ്മിലുള്ള റിലേഷൻ എന്താണ്? -1 1. പിന്നെ തന്നിരിക്കുന്നത് -2 4. -1ന്റെ സ്ക്വയർ ആണ് 1 എന്ന് നമുക്കറിയാം. -2ന്റെ സ്ക്വയർ ആണ് 4 എന്നും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആ എക്സിന്റെ സ്ക്വയറുകളാണ് വൈയിൽ വന്നിട്ടുള്ളത്. അപ്പം 0യുടെ ലെഫ്റ്റിലേക്കുള്ള പോയിന്റ്സിൽ അതിന്റെ സ്ക്വയറുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷനെ പീസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പം എങ്ങനെ എഴുതാം? വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ് സ്ക്വയർ, എക്സിന്റെ സ്ക്വയറുകളാണ് ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് വരിക. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കേ, ഇതെന്താണ്? നമ്മുടെ ഡയഗണലിൽ കൂടി പോയിട്ടുള്ള ഒരു ലൈൻ ആണ് അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ വിളിക്കുക y ഈക്വൽ ടു എക്സ് എന്ന് പറയും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് തന്നെയാണ്? എക്സ് തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പാർട്ട്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ അതിന്റെ ഗ്രാഫിൽ നിന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ട്. ഇനി അതിന്റെ ബി പാർട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് അതിന്റെ തിയറി വെച്ച് ചെക്ക് ചെയ്യാം. അല്ലാതെ തന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഗ്രാഫ് വെച്ച് നോക്കിക്കേ, ഈ ഗ്രാഫ് ഇവിടുന്ന് വരച്ച് പേൻ എടുക്കാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എവിടെയാണോ തുടങ്ങുന്നത് കണ്ടിന്യൂസ് ആണ്, ഒരിടത്തും ബ്രേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിലും നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്നാ ചെയ്താൽ മതി? ആകെ ഡിസ്കണ്ടിന്യൂറ്റി വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഏതാണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അത് എഫ് ഓഫ് 0യോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. അതാണ് കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് കാണിക്കാനുള്ള കണ്ടീഷൻ. ബാക്കി ഇത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പോളിനോമിയലാണ്, കണ്ടിന്യൂസ് ആണ്. ഇനി ഇവിടെ ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോളിനോമിയലാണ്, അതും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ പാർട്ടിൽ പ്രത്യേകിച്ച് കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആകെ നോക്കേണ്ടത് എക്സ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. അത് മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും നോക്കണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും നോക്കണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0യുടെ ലെഫ്റ്റില് ഫംഗ്ഷന്റെ വാല്യൂ, അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 0യുടെ ലെഫ്റ്റിൽ, അതായത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ഫംഗ്ഷൻ എന്താകും? 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0യുടെ റൈറ്റിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എക്സ് എന്ന് കിട്ടും. ഇവിടെയും എക്സും 0 കൊടുക്കും. നമുക്ക് എന്ത് തന്നെ ഇട്ടുള്ളൂ? 0 തന്നെ ഇട്ടുള്ളൂ. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അത് രണ്ടിന്റെ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടിയിരിക്കുന്നത്. therefore നമുക്ക് പറയാൻ പറ്റും ഇതിന് രണ്ടിനും കിട്ടിയിരിക്കുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ച കാര്യമാണ്.
ഇനി നമ്മൾ എന്തും കൂടി കാണിക്കണം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അത് തന്നെയാണ് എഫ് ഓഫ് 0 എന്ന് കൂടി കാണിക്കണം. ഇപ്പൊ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ. അപ്പം എഫ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 0യുടെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു കണ്ടീഷൻ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിലാണ് നമ്മൾ എന്ന് പറയുക എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുക. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ് ഈക്വൽ ടു 0 നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി അതിനൊരു മൂന്നാമത്തെ പാർട്ട് കൂടിയുണ്ട്. അപ്പം മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകാൻ, അതായത് സി പാർട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദി ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ഏത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എവിടെ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ഇവിടെ നമുക്കറിയാം ഇവിടെ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഇത് ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ മാത്രമാണ് ഇനി ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കാനുള്ള സാധ്യത. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് ഡയറക്റ്റ് അറിയാം. കാരണം സഡൻ ചേഞ്ച് ഉണ്ടാക്കിയാൽ ആ പോയിന്റിൽ അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടിരിക്കുന്ന പോയിന്റ്സ് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. വേർ എ ഈക്വൽ ടു 0. നമ്മളെ 0 ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ് നമ്മൾ ഇപ്പോൾ എടുക്കുക. ഇനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലിമിറ്റ് h ടെൻഡ്സ് ടു 0 പ്ലസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 മൈനസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതൊന്ന് ഡയറക്റ്റ് എഴുതുകയാണ് കേട്ടോ, വളരെ ശ്രദ്ധിച്ചിരിക്കണേ. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിമിറ്റ് h ടെൻഡ്സ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് എഫ് ഓഫ് 0 പ്ലസ് എച്ച്, 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച്. അതായത് സീറോയുടെ റൈറ്റിലെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലസ് എച്ചുകളാണ് വരിക അല്ലെ. 0യുടെ റൈറ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0യുടെ സംതിങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് എടുക്കുക, എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് എന്ന് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0. ഇനി 0യുടെ റൈറ്റില് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്, എക്സ് ആണല്ലേ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് ആണുള്ളത്. അപ്പൊ എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എച്ച് ഈക്വൽ ടു എച്ച് തന്നെ വരും. എച്ച് മൈനസ് 0 ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0, എച്ച് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എച്ച് തന്നെയാണ്, എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 1 വരും. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതായത് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോറി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കണം. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എഫ് ഓഫ് 0 റൈറ്റിലേക്ക് വരുമ്പം ശരിക്കും ലിമിറ്റ് h ടെൻഡ്സ് ടു 0. ഇവിടെ 0 പ്ലസ് പിന്നെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് h ടെൻഡ്സ് ടു 0യുടെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പം എഫ് ഓഫ് 0 ലെഫ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം അല്ലെ, എച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. 0യുടെ അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന എച്ച് പോസിറ്റീവ് ആയിരിക്കണം. 0യുടെ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന എച്ച് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 0 പ്ലസ് എച്ച് വരും. ഇവിടെ വരുമ്പോൾ 0 മൈനസ് എച്ച് വരും. ഓക്കെ ആണല്ലോ അല്ലെ. അപ്പം എഫ് ഓഫ് 0 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഇപ്പുറത്തേക്ക് വരുമ്പം എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, മൈനസ് എച്ച്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ്
h tends to 0, f of minus h അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കിക്കേ, എഫ് ഓഫ് 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈനസ് എച്ച് എന്ന് പറയുന്നത് 0യുടെ ലെഫ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 0യുടെ ലെഫ്റ്റിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് എച്ചിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെന്ത് എഴുതാം, എച്ച് സ്ക്വയർ മൈനസ് എച്ചിന്റെ സ്ക്വയർ എച്ച് സ്ക്വയർ തന്നെയാണ് അല്ലെ. എച്ച് സ്ക്വയർ മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. ഇപ്പൊ ഇവിടെ എന്താണുള്ളത്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എച്ച് സ്ക്വയർ മൈനസ് 0 ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ആണുള്ളത്. എച്ച് സ്ക്വയർ ബൈ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എച്ച് എന്ന് കിട്ടും. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് എന്ന് കിട്ടും. ഇനി എച്ച് ടെൻസ് ടു 0 ആണെങ്കിൽ മൈനസ് എച്ചിന് എച്ച് 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ എന്താ കിട്ടുക, ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ലിമിറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 കിട്ടി. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ അറ്റ് എ ഈക്വൽ ടു 0 ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് വേണം ഒന്ന് മനസ്സിലാക്കാനായിട്ട്. വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഗ്രാഫിക്കലാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഗ്രാഫാണ് തന്നിരിക്കുന്നതെങ്കിൽ ഗ്രാഫിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. എങ്കിലും ഇതും കൂടി കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്തോളാം കേട്ടോ. ഇനി നമുക്ക് ബൈക്കിലേക്ക് തന്നെ പോകാം. ബൈക്കിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടില് അതിന് 3 സബ് ഡിവിഷൻസ് ഉണ്ട്. എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫൈൻഡ് dy by dx ഫോർ ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിന്റെ എല്ലാം ഡെറിവേറ്റീവ് dy by dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത് നമുക്ക് എടുക്കാം ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് cos square y equal to 1. നോക്കിക്കേ, ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ്. ഇപ്പൊ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ y നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും സാധാരണ പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും, ഇതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് കിട്ടും. ഇനി സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ആണ്. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ സൈൻ എക്സ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് കോസ് സ്ക്വയർ എക്സ് അല്ലെ. അപ്പൊ കോസ് സ്ക്വയർ എക്സ് ഇതുപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ വേണം. അപ്പൊ നമുക്ക് എന്ത് വരും, 2 cos സ്ക്വയർ y ആണ്. അപ്പൊ 2 cos y ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് cos y ആയതുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് cos y is equal to d by dx of 1. 1ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്. ഇംപ്ലൈസ് 2 sin x ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം cos x പ്ലസ് 2 cos y ഇൻറ്റു d by dx of cos y. cos y യുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് sin y ആണ്. പക്ഷെ നമ്മുടെ വേരിയബിൾ y ആയതുകൊണ്ട് നമ്മൾ എന്തും കൂടി ചെയ്യണം, ഇൻറ്റു dy by dx is equal to 0. അപ്പൊ നമുക്ക് എന്തായി, this implies 2 sin x cos x minus 2 cos y sin y into dy by dx is equal to 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കത് ചെയ്യാം. dy by dx ഉള്ളതിന് ഒരു സൈഡ് നിർത്താം. dy by dx ഇല്ലാത്തതിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മൈനസ് ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് 2 cos x. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, 2 sin x cos x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും sin 2x അല്ലേ, sin 2x മൈനസ് അതുകൊണ്ട് ചെയ്തിട്ട് പോവാം. ഇനി 2 cos y sin y അല്ലെങ്കിൽ 2 sin y cos y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, sin 2y ആണ് അല്ലെ, ഇൻറ്റു dy by dx ഈക്വൽ ടു 0 എന്നിവിടെ തന്നെ എഴുതിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്. ദിസ് ഇംപ്ലൈസ്, നോക്കിക്കേ, നമുക്ക് ഇതിനെ ഇവിടെ നിർത്താം അല്ലെ, sin 2y
ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ മൈനസ് സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2x എന്ന് എഴുതാം. ആ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കളയാം. അതിന് പകരം നമ്മൾ ഇതിനാണ് ചേഞ്ച് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x ഡിവൈഡ് ബൈ സൈൻ 2y. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ സിംപ്ലി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ തന്നിരിക്കുന്നത് എന്താ നോക്കിക്കേ, ബി. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ബിയിൽ നമുക്ക് തന്നിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. എക്സ് റേസ് ടു എക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ടേക്കിംഗ് log on both sides, രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലോഗ് y ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ഇതൊക്കെ പഠിച്ചല്ലോ അല്ലെ? ഇതിന് ഇപ്പുറത്തേക്ക് എഴുതുക ലോഗ് എക്സ്. ഇനി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പക്ഷെ ഇവിടെ നമുക്ക് വേരിയബിൾ y ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം? ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്, പക്ഷെ ഇവിടെ ലോഗ് y ആണ്, അതുകൊണ്ട് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, which implies 1/y into dy by dx is equal to 1 into log x എന്ന് പറഞ്ഞാൽ എന്താണ്? log x plus x into 1/x എന്ന് പറഞ്ഞാൽ ആ x കൂടെ ക്യാൻസൽ ചെയ്യപ്പെട്ട് നമുക്ക് എന്തുണ്ട്? 1 ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്? dy by dx ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ dy by dx നെ ഇവിടെ തന്നെ നിർത്തിയിട്ട് ഈ y ഇങ്ങോട്ടുണ്ട്. ഇവിടെ y ഡിവിഷനിലാണ് കിടക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷനിൽ വരും. y into log x plus 1 എന്ന് എഴുതിയ ആൻസർ തീർന്നോ? ഇല്ല. നമ്മൾ y ആയിട്ട് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എക്സ് റേസ് ടു എക്സ് ആണ്. ആ എക്സിന് അതിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ വൈക്ക് പകരം ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. ഇത്രയും ചെയ്താൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിന്റെ തേർഡ് പാർട്ട്, അതായത് സി. സിയിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി ആൻഡ് വൈ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. ഇതെന്താ? ഏത് ഫോമില തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് പാരാമെട്രിക് ഫോമിലാണ് വിത്ത് പാരാമീറ്റർ ടി അല്ലെ? ഇവിടെ ടി ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ് വേണ്ടത്. നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കാണണം. അതുപോലെ തന്നെ എന്തുകൂടി കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി ടി കാണണം. ഇത് തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതിയോ? അപ്പൊ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ടി. ഇവിടെ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് സൈൻ ടി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോസ് ടി. ഓക്കെ, ഇനി ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും എ കോൺസ്റ്റന്റ് ആണ് ഇവിടെയും. 1ന്റെ ഡെറിവേറ്റീവ് 0 അല്ലെ? 0 പ്ലസ് കോസ് ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ സൈൻ ടി എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇനി ഡി വൈ ബൈ ഡി ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. മൈനസ് എ സൈൻ ടി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതിയാകും? ഈ എയും കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് മൈനസ് സൈൻ ടി
ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് ടി എന്നെഴുതാം. 1 മൈനസ് കോസ് ടി എന്നെഴുതാം. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ റിസൾട്ട് അപ്ലൈ ചെയ്ത് ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ റിസൾട്ടാണ് നമുക്കറിയാം. സൈൻ 2t ഉണ്ടെങ്കിൽ നമുക്കതിനെ 2 സൈൻ ടി കോസ് ടി എന്നെഴുതാം. ഇതിന് മുമ്പത്തെ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കിവിടെ 2t ഇല്ല, നമുക്കുള്ളത് എന്താണ്, സൈൻ ടി ആണ്. സൈൻ ടി നമുക്ക് സൈൻ ഓഫ് 2 ഇൻറ്റു ടി ബൈ 2 എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എന്താകും, 2 സൈൻ ടി ബൈ 2 ഇൻറ്റു കോസ് ടി ബൈ 2 എന്നാകും. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, സൈൻ ടിക്ക് പകരം നമുക്കിവിടെ ഇവിടെ മൈനസ് സൈൻ ടി ഉണ്ട്. അപ്പൊ മൈനസ് 2 സൈൻ ടി ബൈ 2 ഇൻറ്റു കോസ് ടി ബൈ 2 എന്നെഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു റിസൾട്ട് ഉള്ളത് കോസ് 2x. കോസ് 2xന്റെ റിസൾട്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുണ്ട്. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നൊരു റിസൾട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ 2 സൈൻ സ്ക്വയർ എക്സിനെ കൊണ്ടുകൊണ്ടുവന്നാൽ 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x എന്ന് എഴുതാം. 1 മൈനസ് കോസ് 2x എന്ന് എഴുതാം. അതായത് നമുക്കിപ്പോൾ എന്താണ് റിസൾട്ട് ഉള്ളത്, 1 മൈനസ് കോസ് 2x ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്. ഒന്നുകൂടി എഴുതാം. 1 മൈനസ് കോസ് 2x ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ 1 മൈനസ് കോസ് 2x ഇല്ല, 1 മൈനസ് കോസ് ടി ആണുള്ളത് നമ്മുടെ കയ്യിലല്ലേ. 1 മൈനസ് കോസ് ടി ആണുള്ളത്. അതിന് നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് കോസ് 2 ഇൻറ്റു ടി ബൈ 2 എന്നെഴുതാം അല്ലേ. അപ്പൊ ഇനി ഇവിടെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, ദിസ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ ടി ബൈ 2 എന്ന് എഴുതാം. അതായത് 1 മൈനസ് കോസ് ടി ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ ടി ബൈ 2 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ 1 മൈനസ് കോസ് ടിക്ക് പകരം എന്ത് കൊടുക്കാം, 2 സൈൻ സ്ക്വയർ ടി ബൈ 2. ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഈ റിസൾട്ട് എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്ത് വെച്ചതെന്നൊക്കെ ഒന്ന് എടുത്തു വെക്കണം. പിന്നെ ഈ റിസൾട്ട് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് പ്രോബ്ലത്തിൽ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നതൊന്നും കാണിക്കണ്ട. 1 മൈനസ് കോസ് ടി ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ ടി ബൈ 2 എന്ന് നമുക്ക് റിസൾട്ട് അറിയാമെങ്കിൽ അതോട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതിന് ശേഷം ഇവിടെ സിൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഏത് റിസൾട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് കാണിക്കുകയോടെ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പം നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും 2 ഉണ്ട്. 2 2 കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി ഇവിടെ ഒരു സൈൻ ടി ബൈ 2 ഉണ്ട്, ഇവിടെ സൈൻ സ്ക്വയർ ടി ബൈ 2 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു സൈൻ ടി ബൈ 2, ഇവിടെ നിന്ന് ഒരു സൈൻ ടി ബൈ 2 കൂടെ പോയിട്ട് ബാക്കി നമുക്ക് എന്താണുള്ളത്, ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മേളിലൊരു കോസ് ടി ബൈ 2 ഉണ്ട്, താഴെ ഇവിടെ നിന്ന് ഒരു സൈൻ ടി ബൈ 2 പോയിട്ട് ബാക്കി ഒരു സൈൻ ടി ബൈ 2 ഉണ്ട്. അപ്പൊ നമുക്കുള്ളത് എന്താ നോക്കിയാൽ മൈനസ് കോസ് ടി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ ടി ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് ആണ് അല്ലേ. ഇപ്പൊ കോട്ട് ടി ബൈ 2 മൈനസ് കോട്ട് ടി ബൈ 2. ഈ ഇത്രയത്തിലേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുവരെ എങ്കിലും ചെയ്തു വെക്കുക. ഇതുവരെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത്രയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേത്, ഫസ്റ്റ് ക്വസ്റ്റിന്റെ 3 ക്വസ്റ്റ്യൻസ് സബ്പാർട്സ് ആണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഒന്നാമത്തെ സബ്പാർട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെരിഫൈ റോൾസ് തിയറം ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് എടുത്തെഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. അതിൻ്റെ കൂടെ ഇന്റർവെൽ തന്നിട്ടുണ്ട്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -4 2. എന്തായിരുന്നു റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമേ തന്നിരിക്കുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, രണ്ടാമത് എഴുതേണ്ടത് ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഒന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് ആദ്യമേ the given function is continuous on closed interval -4 2 and differentiable on open interval -4 2. ഇതാണ് ഏറ്റവും ആദ്യമേ എഴുതേണ്ട കണ്ടീഷൻ.
ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? എഫ് ഓഫ് എ കണ്ടുപിടിക്കണം, എഫ് ഓഫ് ബി കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ സ്ഥാനത്തുള്ളത് -4 ആണ്. അപ്പോൾ എഫ് ഓഫ് -4, എഫ് ഓഫ് -4 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ -4 എടുക്കുക. അപ്പൊ -4 സ്ക്വയർ പ്ലസ് 2 × -4 -8 which is equal to -4ന്റെ സ്ക്വയർ നമുക്കറിയാം 16 -2 × 4 -8 -8 which is equal to 0 എന്ന് കിട്ടും. അപ്പൊ എഫ് ഓഫ് -4 is equal to 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് ബി. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബിയുടെ സ്ഥാനം നമുക്കുള്ള പോയിന്റ് 2 ആണ്. എഫ് ഓഫ് 2 is equal to 2 സ്ക്വയർ പ്ലസ് 2 × 2 -8 which is equal to 2 ന്റെ സ്ക്വയർ 4 ആണ്. 4 plus 2 × 2 × 4 -8. 4 plus 4 8 ആണ്. 8 - 8 is equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് -4 ഈക്വൽ ടു എഫ് ഓഫ് 2 ഈക്വൽ ടു 0. ഇപ്പം ആദ്യമേ നമ്മൾ കാണിക്കേണ്ട കണ്ടീഷൻസ് രണ്ടും കാണിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. 2xന്റെ ഡെറിവേറ്റീവ് 2 മൈനസ് 8ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 2 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്താണ് നമുക്ക് എടുക്കാം? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 2c + 2 എന്ന് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 2 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എങ്ങനെ എഴുതാം? എക്സിന്റെ സ്ഥാനത്ത് സി കൊടുക്കുക, 2c + 2 എന്ന് വിളിക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 implies എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 2c + 2 ഈക്വൽ ടു 0 എന്നാണ് അല്ലെ? implies 2c + 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 2c നമുക്ക് സിയുടെ വാല്യൂ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2c is equal to ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് വരും. ഓക്കെ, ഇപ്പൊ 2c ഈക്വൽ ടു -2 എന്ന് കിട്ടി, which implies c ഈക്വൽ ടു -2/2 which is equal to -1. അപ്പം എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന സിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇനി എന്തുകൂടി നമ്മൾ നോക്കണം? ഈ -1 ഈ -4നും 2നും ഇടയിലാണോ കിടക്കുന്നത്? നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം അല്ലെ? സി ഇസ് ഈക്വൽ ടു -1 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -4 to -4നും 2നും ഇടയ്ക്കാണ് -1 കിടക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ അല്ലെ? therefore we can say that Rod's theorem is verified. Hence Rod's theorem is verified എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ കാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ബി പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് dy/dx if y ഈക്വൽ ടു log cos e raised to x. log cos e raised to x എന്താണ്? ഫംഗ്ഷൻ കോമ്പോസിഷൻ ആണ്, ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 3 ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യാം? y ഈക്വൽ ടു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? dy/dx is equal to നമുക്കൊരു സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിപ്പോവാം. dy/dx ഓഫ് എന്ത് വേണം? log cos e raised to x which is equal to നമുക്കറിയാം ലോഗക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1/x ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ളത്? cos e raised to x. എക്സിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻറ്റു dy/dx ഓഫ് cos e raised to x which is equal to, ഇനി ഈ ഭാഗത്തിന് വ്യത്യാസമൊന്നുമില്ല, 1/cos e raised to x into d/dx of cos e raised to x. അപ്പൊ നമ്മൾ ആദ്യം എന്ത് നോക്കണം? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ x ആണ് അല്ലെ? അപ്പൊ മൈനസ് സൈൻ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്തുണ്ട്? e raised to x ഉണ്ട്. എക്സിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻറ്റു d/dx of e raised to x
ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം മൈനസ് സൈൻ ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇവിടെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടോ നോക്കിക്കേ. ഒരു മൈനസ് ഉണ്ട്. മൈനസ് അങ്ങനെ എഴുതാം സൈൻ ഇ റേസ് ടു എക്സ് ബൈ കോസ് ഇ റേസ് ടു എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആണെങ്കിൽ സൈൻ ഇ റേസ് ടു എക്സ് ബൈ കോസ് ഇ റേസ് ടു എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഈ കിടക്കുന്ന ഇ റേസ് ടു എക്സ്. വേണമെങ്കിൽ ഈ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സും കൂടെ കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് വേണമെങ്കിൽ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം. ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി, ഒരു പാർട്ടും കൂടി ഉണ്ട്. സി പാർട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് show that 1 minus x square into y2 minus x y1 equal to 0. ഈ എന്താണ് ഈ y2 y1 ഒക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കേട്ടോ. y2 എന്ന് പറയുന്നത് dy ബൈ dx-നെ നമ്മൾ y1 എന്ന് വിളിക്കും. അതുപോലെ തന്നെ d സ്ക്വയർ y ബൈ dx സ്ക്വയറിനെ നമ്മൾ y2 എന്ന് വിളിക്കും. ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. എങ്കിലും നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെയ്യാം. അതായത് dy ബൈ dx നമ്മൾ ഇവിടെ കൊടുക്കുന്നത് y1 എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്വസ്റ്റിനേക്ക് നമ്മൾ ചെയ്യുമ്പം dy ബൈ dx എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? y1 എന്ന് എഴുതണം. ഈ d സ്ക്വയർ y ബൈ dx സ്ക്വയർ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത് നമ്മളവിടെ എന്ത് ചെയ്യണം? y2 കൊടുക്കണം. അപ്പൊ നമുക്കറിയാം y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ എഴുതുമ്പോൾ dy ബൈ dx ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതും. അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതും. അപ്പൊ നമ്മളിവിടെ എന്താണ് എഴുതാൻ പോവുക? y1 ഈക്വൽ ടു ഡിഫറൻഷിയേറ്റിംഗ്. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് y1 ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അഗെയിൻ ഡിഫറൻഷിയേറ്റിംഗ്. ഈ ഇക്വേഷൻ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോയിക്കോളും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ്. അപ്പം എക്സിന്റെ സ്ഥാനത്ത് 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. 1 ബൈ 2 റൂട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിന്റെ സ്ഥാനത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെയുള്ളത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1ന്റെ ഡെറിവേറ്റീവ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? 0 മൈനസ് 2x എന്ന് കിട്ടും. 0 മൈനസ് 2x എന്ന് പറഞ്ഞാൽ മൈനസ് 2x ആണ്. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. ഇൻറ്റു y1 ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഇനി ഫസ്റ്റ് ഫംഗ്ഷനെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് y1ന്റെ ഡെറിവേറ്റീവ്. y1 എന്ന് പറഞ്ഞാൽ dy ബൈ dx ആണ്. dy ബൈ dxന്റെ ഡെറിവേറ്റീവ് ആണിത് d സ്ക്വയർ y ബൈ dx സ്ക്വയർ. അതിനെ നമുക്ക് എന്തെന്ന് വിളിച്ചാൽ മതിയാവും? y2 എന്ന് വിളിച്ചാൽ മതിയാവും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1ന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇതൊക്കെ നമ്മളവിടെ ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു 2 ഇവിടെ 2 കോമൺ ആയിട്ടുണ്ട്. അത് ആദ്യമേ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ബാക്കി നമുക്കുള്ളത് മൈനസ് എക്സ് ഇൻറ്റു y1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 ഇസ് ഈക്വൽ ടു 0. അപ്പൊ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇതിനൊരു ചെറിയ റീഅറേഞ്ച്മെന്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലെത്തി. നമുക്ക് ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എടുപ്പുണ്ട്. പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ടുണ്ടെന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ മാത്രം ഉള്ളത് കൊണ്ട് നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം.
നമുക്ക് വേറൊരു കാര്യം കൂടി ഇപ്പൊ തന്നെ ചെയ്യാം. ഇവിടെ നെഗറ്റീവ് ടേം ഇതാണ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ടേമിനെ ഒന്ന് എഴുതിയിട്ട് അതിലേക്ക് പോവാം. √1 - x² y2 മൈനസ് x y1 ഡിവൈഡ് ബൈ √1 - x² 0 എന്നാണ് നിലവിൽ നമുക്കുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, √1 - x² കൊണ്ട് ഇങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദിസ് ഇംപ്ലൈസ് √1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇവിടെ ഓൾറെഡി ഒരു √1 - x² ഉണ്ട്. അപ്പൊ എന്ത് വരും, √1 - x √1 - x² ഓൾ സ്ക്വയർ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ y2 മൈനസ് xy1 ഓൾ ഡിവൈഡഡ് ബൈ √1 - x² 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ √1 - x² സിംപ്ലി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് 0 ആയി പോക്കോളും. ഇനി √1 - x² ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 - x² വരും. സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് 1 - x² y2 മൈനസ് xy1 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 0. ഇത് തന്നെയല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. നോക്കിക്കേ, 1 - x² y2 മൈനസ് xy1 0. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഇതേ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ചെയ്തതുപോലെയും ഇതുപോലെയും ഈ പ്രോബ്ലം ചോദിക്കാം. ചെയ്ത് പഠിക്കുക. ഈ ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ചെയ്തിട്ട് അവസാനത്തെ സ്റ്റെപ്പിൽ d²y/dx² y2 എന്നും dy/dx y1 എന്നും കൊടുത്താലും നമ്മുടെ ആൻസർ ശരിയായിട്ട് തന്നെ വന്നോളും. അപ്പൊ ആ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഷനിലും കൂടി അടുത്ത ഏതെങ്കിലും ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.